നിയന്ത്രണമുള്ള സമയത്ത് സ്വിപ്പ് ലൈൻ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനെതിരെ പ്രതികരണവുമായി എം ലംബോദരൻ. നിർത്തിവെക്കണമെന്ന ഉത്തരവ് രേഖാമൂലം നൽകിയത് 27-ാം തീയതി വരെ മാത്രം. 30 വരെ പ്രവർത്തിക്കരുതെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനുശേഷം 1-ാം തീയതിയാണ് സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചത് എന്നും തന്റെ സ്വിപ്പ് ലൈൻ പ്രവർത്തിച്ച ദിവസങ്ങളിൽ ജില്ലയിലെ 21 കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നതായും ഇതിൽ DTPCയുടെ നേതൃത്വത്തിലുള്ളവയും ഉൾപ്പെടുമെന്നും ലംബോദരൻ വ്യക്തമാക്കി. സാഹസിക വിനോദങ്ങൾ നടത്തുവാൻ പാടില്ലെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്ന സമയത്ത് എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഹൈറേഞ്ച് സ്വിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിച്ചുവെന്നതിന്റെ പേരിലാണ് ലംബോദരനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് തനിക്കെതിരെയുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്നാണ് ലംബോദരൻ പറയുന്നത്. 27-ന് രാവിലെ വീണ്ടും വില്ലേജ് അധികൃതർ എത്തി 3 ദിവസം കൂടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. 31 വരെ അടച്ചിടാമെന്ന് അറിയിക്കുകയും ചെയ്തു. നീട്ടിയാൽ അറിയിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആരംഭിച്ചിട്ട് ഇന്നേ വരെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വിധത്തിലുമുള്ള അപകടകരമായ ഒരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുമില്ല. അപ്പം ഈ 30-ാം തീയതി വരെയാണ് അവർ പറഞ്ഞ ഡേറ്റ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ, 30-ാം തീയതി ആക്കണ്ട, 31-ാം തീയതി വരെ ഞാനിത് അടച്ചിട്ടോളാം. അതിനുശേഷം ഏതെങ്കിലും രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ തടസ്സമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കൊള്ളാമെന്ന് അവർ നിരവധി ആളുകൾ നിൽക്കുന്ന ആ വേദിയിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്ഥാപനം അവിടെ തുടങ്ങിയപ്പം മുതൽ ഈ സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും അവർക്ക് കൂട്ടുനിന്നിട്ടുള്ള മുൻ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒക്കെ ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അലർട്ട് മാറി ജലവിനോദങ്ങൾ ഒഴികെ മറ്റ് വിനോദങ്ങൾ പ്രവർത്തിക്കാമെന്നും കളക്ടറുടെ ഉത്തരവ് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിച്ചത്. തന്റെ മാത്രമല്ല ജില്ലയിലെ 21 സ്വിപ്പ് ലൈനുകളും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ DTPC നടത്തുന്ന ശ്രീനാരായണപുരം അടക്കമുള്ളവയും ഉൾപ്പെടുന്നു. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം തുറന്ന് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും ലംബോദരൻ പറഞ്ഞു. DTPC നേരിട്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണപുരത്തെ സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാർ അഡ്വഞ്ചർ പാർക്കുമായി ബന്ധപ്പെട്ട ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഗമണ്ണിൽ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം ഉള്ള കാര്യങ്ങളെല്ലാം DTPCയുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ഈ പറഞ്ഞ 21 സ്ഥാപനങ്ങളിലും 1, 2, 3 ഈ 3 ദിവസം പ്രവർത്തനം നടത്തി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. തന്നെ ഇത്തരത്തിൽ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. മുമ്പ് പാലാ ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ തന്റെ വീടിന്റെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് വാർത്ത നൽകി. അതിനു മുമ്പ് താൻ കള്ളപ്പട്ടയം ഉണ്ടാക്കിയെന്നും കയ്യേറിയെന്നും വാർത്തകൾ നൽകി. തന്റെ സ്ഥാപനം നിലനിൽക്കുന്നിടത്തു നിന്നും 4.5 കിലോമീറ്റർ അകലെയാണ് കല്ലാർ വട്ടയാർ മേഖല. അവിടെയാണ് സ്ഥാപനത്തിന്റെ 50 മീറ്റർ അകലെയെന്ന തരത്തിൽ ഇടിഞ്ഞു വീഴാറായ വീടിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ ശരിയാണോ എന്ന് കളക്ടർ അടക്കം പരിശോധിക്കണമെന്നും ലംബോദരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്.